ആ ഈയിടെയായിട്ട് ആ അമ്പലങ്ങളിലേക്ക് അല്ലെങ്കിൽ പള്ളികളിലേക്കൊക്കെ ഉം, തീർത്ഥാടന യാത്രകൾ ആ കൂടി വരുന്നുണ്ട്. ആ അത് ഭക്തി ആളുകളിൽ കൂടിയിട്ടാണോ, വിശ്വാസം കൂടുതലായിട്ടാണോ, ഉം. എങ്ങനെയാന്നുള്ള ഒരു കാഴ്ചപ്പാട്, ജോൺസന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം ആളുകള് ഇപ്പൊ പൊങ്കാല അല്ലെങ്കിൽ ശബരിമല അല്ലെങ്കിൽ കുംഭമേള, പളനി, വേളാങ്കണ്ണി, മലയാറ്റൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ വിശ്വാസികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. തീർത്ഥയാത്ര ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ടുള്ളതിനെ വിട്ട് കൂടുതൽ ആളുകൾ പോകുന്നു. അതിന്റെ ഇതാണ് ഉദ്ദേശിച്ചത്. അതന്നെ. ഓക്കെ. അതെന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മള് ഒരു 30 വർഷം അല്ലെങ്കിൽ 35 വർഷം മുന്നത്തെ അവസ്ഥ നോക്കിയാൽ നമുക്ക് ആയിരിക്കാം ടി വി ചാനലുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മൊബൈല്, ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്ന് വെച്ചാൽ ടി വിയിൽ ചാനലിൽ ലൈവായിട്ട് വരിക കാര്യങ്ങൾ, മൊബൈൽ, ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പൊങ്കാലയ്ക്ക് തന്നെ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് എവിടേക്കും പോയി വരാനായിട്ട് വിരൽ തുമ്പത്തുണ്ടെന്ന്, ഫോണുണ്ടെന്ന് കയ്യിൽ വീട്ടിലുള്ളവർക്ക്. പണ്ടെന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഫോണിൽ വിളിച്ച് ട്രങ്ക് ബുക്ക് ചെയ്ത് ആ ഒരു സിസ്റ്റം മാറിയിട്ട് എവിടേക്കും പോയാലും നമുക്ക് ലൈവായിട്ട് സഡൻ ആളെ കിട്ടുന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒരു പോകുന്ന ആളുകൾക്കൊരു ധൈര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ ചാനലുകളും മാധ്യമങ്ങളുടെ ഒരു വളരെ വളർച്ച, പിന്നെ യാത്രാ സൗകര്യം വർദ്ധിച്ചത്. പിന്നെ അതിനേക്കാൾ കവിഞ്ഞ വിഷയം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക്, അതുപോലെ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ മുഖ്യമായ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. കാരണം ജനങ്ങൾ കൂടുതൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാ മേഖലയിൽ സാമ്പത്തികമായിട്ട് രോഗത്തിൻ്റെ ബേസിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ മനുഷ്യന്മാർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരണാധികാരികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇവരെ ആശ്വസിപ്പിക്കാനോ സാധിക്കാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ എന്താ പറയുക കാണിക്കിയിട്ട് എന്താ പറയുക അവർക്ക് പറയാനുള്ള മുഴുവനും പറഞ്ഞ് പോരുകയാണെങ്കിൽ ഒരു പക്ഷേ അത് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം, ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞത് നമ്മുടെ ലോകത്തിൽ വിജയിച്ച് നിൽക്കുന്ന രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങളിൽ അവിടെയൊക്കെ എടുത്ത് നമ്മൾ കണക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ മതവിശ്വാസികൾ അല്ലെങ്കിൽ പള്ളി പോകുന്ന, ഒരു അമ്പലത്തിൽ പോകുന്ന ആളുകളൊക്കെ കുറവാണ്. കാരണം സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുന്നവർ, മാനസികമായി എല്ലാ നിലയിലും വിജയിച്ച് നിൽക്കുന്ന ആളുകളുടെ ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരം കാഴ്ചകൾ വളരെ കുറവാണെന്ന്. പക്ഷേ ദരിദ്ര രാജ്യങ്ങളിലും സാമ്പത്തിക പരാധീനതകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പിന്നെ കഴിവ് കെട്ട ഭരണാധികാരികൾ, കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയില്ലാത്ത ഭരണാധികാരികൾ, ഇത്തരം സ്ഥലങ്ങളിലാണ് ആളുകളിൽ പൊതുവെ എന്താ പറയുക മനുഷ്യരിൽ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ആ അവസ്ഥ കൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവർ പള്ളികളിൽ, അമ്പലങ്ങളിൽ, ഇത്തരം പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകുന്നതെന്നാണ്. അത് വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഈ രണ്ട് കാരണമാണ് നമുക്കൊന്ന് മാധ്യമങ്ങളിലെയും, ടെലിഫോൺ, മൊബൈല്, ഇൻ്റർനെറ്റ്, പിന്നെ ഈ രണ്ട് വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ.